ിന്റെ ഫുൾ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അടുത്ത വീഡിയോ ഇടുന്നുണ്ട്. അത് കാണുന്നുള്ളവർക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൽ ഞാനൊരു ചെറിയ പോഷൻ മാത്രമേ വെക്കുന്നുള്ളൂ. നമ്മൾ മൂന്നാമത്തെ ദിവസം, മണാലിയിലെ മൂന്നാമത്തെ ദിവസം കുളുവിലേക്കാണ് ഇന്നത്തെ പരിപാടി. ഇന്ന് കുളുവും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മണാലി ട്രിപ്പ് ഖത്തം. തല വിളിക്കുന്ന ആദ്യമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് ഗൈസ്. -5 ചൂടുവെള്ളമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്തുള്ളൊരു അവസ്ഥയില്ല. അത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കുളുവിൽ ശരിക്ക് ഉള്ളത് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെയാണ്. റിവർ റാഫ്റ്റിങ്, പാരാഗ്ലൈഡിങ്, അതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. റിവർ റാഫ്റ്റിംഗ് ചെയ്യണമെന്ന് താല്പര്യമില്ല. വെറുതെ പോയിട്ട് കണ്ടിട്ട് വരാം. നന്നായിട്ടില്ല. ആകെ എക്സ്പെക്ടേഷൻ ഉണ്ടായത് അതും പോയി. നോക്കാം, അവിടെ എത്തിയിട്ട് കാണാം. അതെയാ, നമുക്ക് പോകുന്ന വഴിക്കൊക്കെ ഇതുപോലുള്ള നമ്മുടെ ഹോട്ട് എയർ ബലൂണുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. റാഫ്റ്റിംഗ് നെയ് കരണേ. ഞങ്ങളിപ്പോൾ പാരാഗ്ലൈഡിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പാരാഗ്ലൈഡിങ് പോകാൻ വലിയ താല്പര്യമില്ല. കാരണം അതിനുള്ളത് കൊണ്ട് ഒരാൾക്ക് മാത്രമേ പെട്ടെന്ന് പോകാൻ പറ്റൂ. അപ്പോൾ നിക്കുവിന് പോകേണ്ടതുകൊണ്ട് നമ്മളിപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ്. ഞങ്ങളിവിടെ ലാൻഡിങ് പോയിന്റിൽ ഇറക്കിയിട്ട് നിക്കുവിനെ മുകളിലേക്ക് കയറ്റിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ലാൻഡിങ് പോയിന്റ് അല്ല, ഇവിടെയാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്. നിക്കു ആദ്യം പോയിട്ട് പാരാഗ്ലൈഡിങ് ചെയ്തിട്ട് വരും. അതാ മുകളിൽ കൊണ്ടോ പാരാഗ്ലൈഡിങ്, അതാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെയാണ് ലാൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഞാനും നോനും ഇവിടെ വെയിറ്റ് ചെയ്യും. അമ്മ പോയിട്ട് വരും. ഞാൻ പോയിട്ട് വരാം കേട്ടോ. പറന്നിട്ട് വരാന്ന് പറയൂ. പറന്നിട്ട് വരാം, ലോകമങ്ങ് കണ്ടിട്ട് വരാം. എനിക്കിപ്പോ ഇത് മറ്റേ റിമ കല്ലിങ്കൽ ആൻഡ് മഞ്ജു വാര്യർ ഫിലിം ഇല്ലേ, അതിലിങ്ങനെ പറക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് ഓർമ്മ വരുന്നു. എന്തായാലും ഒരുപാട് കാലമായിട്ട് നിക്കുവിന് ഒരു ആഗ്രഹമായിരുന്നു ഇതേപോലെ പറക്കണം, പാരാഗ്ലൈഡിങ് ചെയ്യണമെന്ന്. പല സ്ഥലത്ത് പോയിട്ടും 6000 4000 എന്നൊക്കെ ആയിരുന്നു. അങ്ങനെ വേണ്ടാന്ന് വെച്ചു. പക്ഷേ ഇവിടെ നമുക്ക് വെറും ആരോടും പറയേണ്ടെന്ന് പറഞ്ഞു. 2500 ഒക്കെയാണ് എല്ലാവരോടും വാങ്ങുന്നത്. 3500 പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് 1700 രൂപക്കാണ് കിട്ടിയത്. അതിലെനിക്ക് തോന്നുന്നത് 1500 ആയിരിക്കും ചാർജ് ഏറ്റവും കുറവ്. 200 രൂപ ഡ്രൈവർക്ക് കിട്ടുന്ന പൈസ ആയിരിക്കും. അങ്ങനെ ആവാനാ ചാൻസ്. അപ്പൊ 1700 കുറച്ച് വേർത്തായിട്ട് തോന്നി. ലൈക്ക് ബാക്കിയുള്ളടുത്ത് വെച്ച് നോക്കും. 1700 നല്ല വേർത്താണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ റാഫ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് റിവർ റാഫ്റ്റിംഗ് പോകാൻ. അതെങ്ങനെയാണെന്നും അറിയില്ല. അതിൻ്റെ കാര്യങ്ങളും നോക്കണം. അമ്മ പറക്കാൻ പോകുന്നതിന് മുന്നേ അമ്മക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ് നോനൂസിൻ്റെ വക. ഇപ്പോൾ വണ്ടിയൊക്കെ പോവുകയാണ്. ഇവിടെ നിന്നാണ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ലാൻഡിങ് പോയിന്റ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാവരെയും മുകളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അതാ നിക്കിയുടെ വണ്ടി പോവുകയാണ്. നിക്കിയുടെ വണ്ടി അമ്മേൻ്റെ വണ്ടി പോകുന്ന. അമ്മ ടാറ്റ പറയാന്നാ. അവർ ടാറ്റ പറ. ടാറ്റാ. അതാ ആ വണ്ടിയിൽ വീഡിയോ എടുക്കും. നമുക്ക് വന്നിട്ട് എടുക്കാം, വരുമ്പോൾ എടുക്കാം. ഫോണെൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇത്ര വണ്ടിയാണ് നോക്കിയട്ടെ പാരാഗ്ലൈഡിങ്ങിന് വേണ്ടി പോകുന്നത്. അപ്പോൾ കുളുവിലുള്ള മെയിൻ പരിപാടി ഇതാണ്, പാരാഗ്ലൈഡിങ് ആൻഡ് റിവർ റാഫ്റ്റിംഗ്. എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മൊബൈലും പിടിച്ച് കാത്തു നിൽക്കുന്ന നോനൂസ് അല്ലേ വാവേ? അമ്മേൻ്റെ വീഡിയോ എടുക്കണ്ടേ വരുമ്പോൾ അല്ലേ? मत करो, मुझे बड़ा डर लग। അമ്മയാ.
ആണോ സൂപ്പറായിരുന്നാ പറ. ഒരു വീട്ടായി വെക്കുന്നു. സൂപ്പറായിരുന്നു സൂപ്പർ രസാണ്. ഒരു മിനിറ്റ് വാവേ. സൂപ്പർ രസാണ്. ഇല്ല ഒരു മിനിറ്റ് വാവേ. അമ്മയാണോ അത്? സൂപ്പർ. അമ്മേനോട് ചോദിച്ചു നോക്ക് എങ്ങനെയുണ്ടായിരുന്നു. എന്റെ 2 വഴക്കൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു നിങ്ങൾ എന്തിനിങ്ങനെ ടൈറ്റ് പിടിക്കുന്നത്, നിങ്ങൾ എന്തിനാ കുറച്ച് ലൂസ് പിടിക്കും. ഒരു മിനിറ്റ് വാവേ, ഒരു മിനിറ്റ്. ഞാൻ ഇങ്ങനെ മുറുക്കി പിടിക്കാറുണ്ട്. ഇത് വീഴോ ഇല്ലോന്ന് അറിയില്ലല്ലോ, നമുക്ക് അതിന് പൈസ കൊടുക്കണ്ടേ. ഇതിങ്ങനെ കെട്ടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അവര് കുറച്ച് ലൂസ് ഇടേ, നിങ്ങളെന്നാ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. എന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായി? അടിപൊളി എക്സ്പീരിയൻസ്. അതിനെക്കാട്ടി എക്സ്പീരിയൻസ് മുകളിൽ കേറുന്നതാ. അതെയാ? ബാബ എടുത്ത വീഡിയോ കാണിച്ചിരുന്നു നമുക്ക്. മുകളിൽ എത്തുന്നതും വേറെ തന്നെ എക്സ്പീരിയൻസ്. ഈ വീട്ടിന് നിങ്ങൾക്ക് വേറെ കിട്ടൂല. അതും ആ റൈഡും ഒരു പ്രത്യേക റൈഡാ. ഓഫ് റോഡിങ് റോഡ് അടിപൊളിയാ. ഓഫ് റോഡ് നിങ്ങൾ ഏതാ ഉദ്ദേശിക്കുന്ന അറിയില്ല. പക്ഷെ ഫുള്ള് വളവാ, എസ് വളവാ എല്ലാം. അതും അടുപ്പിച്ചിട്ടില്ല എസ് വളവാ. ഇങ്ങനെ പറഞ്ഞോ. അപ്പോൾ നമ്മുടെ റിവർ റാഫ്റ്റിംഗ് പോയിന്റിലെത്തി. ഇതാണ് റിവർ റാഫ്റ്റിംഗ് പോയിന്റ്. ഷുണ്ടൂനെ അടക്കം നമ്മൾ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. അതെ, നമ്മുടെ ഇവിടെയാണ് റിവർ റാഫ്റ്റിംഗ് ചെയ്യുന്നത്. ഒരു 1.5 റിവർ റാഫ്റ്റിംഗ് ആയിരിക്കും. മുന്നേ പോയ ടീമൊക്കെ പറഞ്ഞത് കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല, സേഫാണ്. അതായത് കൂടുതൽ വെള്ളമൊന്നും ഇല്ലാതെ കൊണ്ട് തന്നെ ഭയങ്കര പ്രോബ്ലം ഒന്നും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഇവരോട് ചോദിച്ചപ്പോഴും ഇവരും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഒരു സൈഡിൽ സുഖമായിട്ട് ഇരുന്നാൽ മതി, അങ്ങനെ ഭയങ്കരമായിട്ട് ഡേഞ്ചർ എന്നുള്ള വിധത്തിലുള്ള സംഭവങ്ങൾ ആ ഒരു വിധത്തിലുള്ള റിവർ റാഫ്റ്റിംഗ് ഒന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കരുതി എന്നാൽ നൈനൂസിനെയും കൂട്ടിയിട്ട് പോകാമെന്ന്. എന്തായാലും നൈനൂസ് നമ്മുടെ കൂടെ തന്നെ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ റിവർ റാഫ്റ്റിങ്ങിൻ്റെ ഫുൾ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എന്നെ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട്. അത് കാണണമെന്നുള്ളവർക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൽ ഞാനൊരു ചെറിയ പോർഷൻ മാത്രമേ വെക്കുന്നുള്ളൂ. നമ്മൾ റിവർ റാഫ്റ്റിങ്ങും കഴിഞ്ഞു. നോന് വന്നിട്ട് സാൻഡ്വിച്ച് തിന്നുന്ന രാവിലത്തെ. എങ്ങനെ ഉണ്ടായിരുന്നു അവൻ? സൂപ്പറായിരുന്നു അല്ലേ? റിവർ റാഫ്റ്റിംഗ് എങ്ങനെയുണ്ടായി? മനാലി ട്രിപ്പിൽ വന്നതിന് ഏറ്റവും നന്നായിട്ട് തോന്നിയത് കുളുവാണ്. കാരണം കഴിഞ്ഞ ഫസ്റ്റ് ഡേ മണാലി മാർക്കറ്റ് ഒന്നുമില്ല, ജസ്റ്റ് 2 ടെമ്പിൾ കാണാം, കുട്ടികളുടെ പാർക്കുണ്ട്. രണ്ടാമത്തെ ദിവസം പക്ഷേ ഈ ഒരു സീസണിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് മഞ്ഞൊന്നും ഇല്ലാണ്ടായിപ്പോയി. സോളങ്കാറ്റിലും ഇന്നലത്തെ അത് ബെസ്റ്റ് ആവേണ്ടതാണ്. പക്ഷേ സ്നോഫോളും ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ അത് അലമ്പായി. അപ്പോൾ മനാലി ട്രിപ്പ് തന്നെ അബദ്ധമാണെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്ന് അതുകൊണ്ട് രണ്ടും ചെയ്യണമെന്ന് വിചാരിച്ചു വന്നിട്ട് പക്ഷെ എന്തെങ്കിലും ഒന്ന് വേർത്താവണ്ടേ വിചാരിച്ചിട്ട് റാഫ്റ്റിങ്ങും ചെയ്തു, എനിക്ക് പാരാഗ്ലൈഡിങ്ങും ചെയ്തു. രണ്ടും സൂപ്പർ, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് മാർക്കറ്റിലേക്ക് പോകണം, ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങൾ പറയാം. മണാലി മാർക്കറ്റിൽ വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് ഒന്നും ഒരു ടേസ്റ്റും ഇല്ല ഗൈസ്. ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞ് മാഗിയും ചായയും കുടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നി. കാരണം ബാക്കി ഒരു ഫുഡും ഞങ്ങൾ കഴിച്ചതൊന്നും ടേസ്റ്റായി തോന്നിയില്ല. നമ്മൾ വോൾവോ ബസ്സിലേക്ക് തിരിച്ച് ഡൽഹിക്ക് ബസ് കയറാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. Bye bye.